നമ്മൾ ഈ ഒരു ചാനലിലെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയൊരു വീഡിയോ ആണ്. നമ്മൾ ഒരു 7 പുസ്തകങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള. ആ ഒരു വീഡിയോ ആയിരുന്നു ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, നമുക്ക് സെൽഫ് ഡെവലപ്മെൻറ്റിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ബെസ്റ്റിന് ഔട്ട് എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ബുക്കുകൾ പരിചയപ്പെടുത്തുമെന്ന് വെച്ചിട്ട്. സോ ദാറ്റ്സ് അവർ ടുഡേയ്സ് വീഡിയോ. നമ്മളെ സെൽഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, സെൽഫ് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, ഏറ്റവും ബിഗിനേഴ്സിന് വായിച്ചു തുടങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു 5 പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ബിഗിൻ. നമ്മൾ ഈ ഒരു ലിസ്റ്റിലെ ആദ്യത്തെ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഏകദേശം മില്യൺസ് ഓഫ് കോപ്പീസ് വിറ്റിട്ടുള്ള റോബിൻ ശർമ്മൻ്റെ 5 AM ക്ലബ്ബ് എന്നുള്ള ഒരു പുസ്തകമാണ്. ഈ ഒരു പുസ്തകം ഇംഗ്ലീഷിലും മലയാളത്തിലും പല ഭാഷയിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ മലയാളമാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്താ മെയിൻലി പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ ഏർലി മോർണിംഗ് ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പ്രൊഡക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ ലൈഫ് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നുള്ളതിൻ്റെ ഒരുപാട് ഫിക്ഷൻസ് ഒക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ വെച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു നല്ലൊരു ബുക്കാണ്. ബിഗിനേഴ്സിനൊക്കെ വായിച്ച് തുടങ്ങാൻ പറ്റിയ ഒരു ബുക്ക് തന്നെയാണ് ഈ ഒരു റോബിൻ ശർമ്മൻ്റെ 5 AM ക്ലബ്ബ് എന്ന് പറയുന്നത്. നമ്മളിപ്പം ഏർലി മോർണിംഗ് എഴുന്നേറ്റ് നമ്മൾ പല കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ഭാവിയിൽ നമുക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു നല്ലൊരു പുസ്തകമാണ് ഈ ഒരു 5 AM ക്ലബ്ബ്. ശരിക്കും ഈ ഒരു 5 AM ക്ലബ്ബ്, 7 AM ക്ലബ്ബ് എന്നൊക്കെയുള്ള ഒരുപാട് കോൺസെപ്റ്റിൻ്റെ ബിൽഡായി വന്നിട്ടുള്ളത് ഈ ഒരു ബുക്കിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. ആ ഒരു കോൺസെപ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ പണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്ത് വന്നിട്ടില്ലായിരുന്നു. ആ സമയത്തൊക്കെ നമുക്ക് ഡെയിലി 7 AM ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലബ്ബൊക്കെ സ്റ്റാർട്ട് ചെയ്തതും ഒക്കെ ഈ ഒരു ബുക്കിൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സംഭവമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് എക്സാമ്പിൾസും ഒരുപാട് പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുള്ള നല്ല സിമ്പിളായിട്ട് എല്ലാ ആൾക്കാർക്കും വായിച്ചു തുടങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ് ബുക്കാണ് 5 AM ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള റോബിൻ ശർമ്മൻ്റെ. എല്ലാവരും ഒന്നും എന്താക്കുക, വായിക്കാം. നെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി നമ്മളെ ഈ ഒരു ചാനലിൽ റിവ്യൂ ചെയ്തിട്ടുള്ളൊരു ബുക്കാണ്. ഓൾറെഡി ഇതിനെ പറ്റിയിട്ട് ഏകദേശം രണ്ട് വീഡിയോസ് ഞാൻ ഈ ഒരു ബുക്കിനെ പറ്റി ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബുക്കിൻ്റെ റിവ്യൂ, പിന്നെ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കണ്ടൻറ്റുകളും വീഡിയോ ചെയ്തിട്ടുണ്ട്. മറ്റൊന്നല്ല, അൻകുർ വാരിക്കിൻ്റെ മേക്ക് എപ്പിക് മണി എന്നുള്ള പുസ്തകമാണ്. എൻ്റെ കഴിഞ്ഞൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് 20s എല്ലാ ആൾക്കാരും ബിൽഡ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങൾ. അതിൽ 4ാമത് പറഞ്ഞതാണ് ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്. ആ ഫൈനാൻഷ്യൽ ലിറ്ററസി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും സിമ്പിളും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും സിമ്പിൾ വേർഡ്സിൽ എഴുതിയിട്ടുള്ള ഒരു കിഡിലം ബുക്കാണ് മേക്ക് എപ്പിക് മണി എന്ന് പറയുന്നത്. ഇതിൽ ഓരോ കോൺസെപ്റ്റ്, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താണ് മണി മാനേജ്മെൻറ്റ്, എന്താണ് റിസ്ക് റിവാർഡ്, എന്താണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ, വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു പുസ്തകം ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഈ ഒരു ബുക്ക് എന്തായാലും വായിക്കുക. ഫൈനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ബേസിക് ഫൈനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലൊരു ബുക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ ഈ ഒരു മണി റിലേറ്റഡ് വായിച്ചിട്ടുണ്ട്. സൈക്കോളജി ഓഫ് മണി, അങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നല്ല കണ്ടൻറ്റാണ്. കണ്ടൻറ്റ് ഇല്ലാന്നല്ല, ഒരുപാട് മില്യൺസ് ഓഫ് കോപ്പീസ് വിറ്റൊക്കെ തന്നെയാണ്. പക്ഷെ ഇത്ര സിമ്പിളായിട്ട് ഏതൊരു സാധാരണക്കാരൻ മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയിട്ടുള്ളൊരു ബുക്ക് ബ്രോ, അത് മേക്ക് എപ്പിക് മണിയാണ്, അൻകുർ വാരിക്കിൻ്റെ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു യൂട്യൂബറും കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറാണ് അൻകുർ വാരിക് എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് വാങ്ങി വായിച്ചു നോക്കാം, ഇത് മറന്നുകൊണ്ടാ. നെക്സ്റ്റ്, നിങ്ങൾ എല്ലാ ആൾക്കാരും നിങ്ങൾ ഏറ്റവും ബെസ്റ്റിന് ഔട്ട് എടുക്കാൻ വേണ്ടി നിങ്ങൾ വായിക്കേണ്ട ഒരു ബുക്കാണ് ദി മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്നുള്ള ഡേവിഡ് ഷോർട്സിൻ്റെ ബുക്കാണ്. കിട്ടിയില്ല ബുക്കാണ്. നിങ്ങൾ എല്ലാ ആൾക്കാരും നിർബന്ധമായിട്ടും വായിക്കേണ്ട ഒരു ബുക്കാണ് ദി മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ലടാ, നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് പല ആൾക്കാരും നമ്മളെ കളിയാക്കുന്ന ഒരു സംഭവമാണ്, എന്തിനാ ഇത്ര വലിയ ആഗ്രഹം, എന്തിനാ ഇത്ര വലിയ ലക്ഷ്യം, നമുക്ക് എന്താണ് ഇരുന്നിട്ട് കാല് നീട്ടിയാൽ പോരെ, അല്ലെങ്കിൽ ഇരുന്നിട്ട് കിടന്നാൽ പോരെ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് കണ്ടിട്ടുണ്ട് സിറ്റുവേഷൻസ്. പേഴ്സണലി എനിക്ക് കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴും വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ വെക്കുന്ന ആളാണ്. പക്ഷേ ഇങ്ങനത്തെ വലിയ ആഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിൽ വെക്കുന്നത് വഴി നമ്മുടെ ലൈഫിൻ്റെ ഭാവി എത്രത്തോളം സിമ്പിളാവുന്നുള്ളതും, നമ്മളെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആക്കാനും, നമുക്ക് വലുതായി ചിന്തിക്കുന്നതിൻ്റെ ഫിയർ പോക്കിയെടുക്കാനും, നമ്മൾ പ്രൊക്കാസ്റ്റിനേഷൻ മാറ്റിയെടുക്കാനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിടിലം ബുക്കാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. കുറച്ചധികം ഉണ്ടത്, പക്ഷേ നിങ്ങളെ സെൽഫ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന, മില്യൺസ് ഓഫ് കോപ്പീസ് വിറ്റിട്ടുള്ള ഒരു നല്ലൊരു പുസ്തകമാണ് ദി മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങളെ ഏറ്റവും ട്രൂ പൊട്ടൻഷ്യലിന് ഇത് പുറത്തെടുക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പുസ്തകവും നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ തരുന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ റിവ്യൂ വരാനുണ്ട് ഈ ബുക്കിനൊക്കെ. എല്ലാവരും എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം ഏതാണ് പെട്ടെന്ന് വേണ്ടിയെന്നുള്ളത്. അപ്പോൾ എനിക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, 4ാമത്തെ പുസ്തകമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി, ദി പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. അതായത് നമുക്ക് 2 മൈൻഡാണുള്ളത്, ഒന്ന് കോൺഷ്യസ് മൈൻഡും ഒന്ന് സബ് കോൺഷ്യസ് മൈൻഡും. ഇപ്പം നമ്മൾ ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡ് കോൺഷ്യസ് മൈൻഡിലാണുള്ളത്. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള സംഭവമുണ്ട്, അതിൻ്റെ പവർ എന്താണെന്നുള്ളതും, നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ എന്തൊക്കെ കീഴടക്കാന്നുള്ളത് കാണിച്ചിരുന്ന ഒരു പുസ്തകമാണ്
നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്നുള്ള ജോസഫ് മർഫി എഴുതിയിട്ടുള്ളതാണ് ഈ ഒരു പുസ്തകം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പുസ്തകത്തിന് പോലെ നിങ്ങളെ ലൈഫിനെ മാറ്റാൻ പോകുന്ന ഒരു പുസ്തകമായിരിക്കും ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത്. ബാക്കി ഞാൻ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ 2 പുസ്തകങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റുള്ള പുസ്തകങ്ങളാണ്. ഒന്ന് ദി മാജിക് ഓഫ് തിങ്കിങ് ബിഗും, അതുപോലെ തന്നെ ഒന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി, ദി പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡും. അത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത് അത് റിയൽ ലൈഫിൽ കണ്ടൊരു വ്യക്തിയാണ്. ഞാൻ ഇവൻറ്റിന് പോയ സമയത്ത്, ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒരു ചെറിയൊരു പ്രോഗ്രാം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഓൾറെഡി നമ്മളെ ആയുഷിൻ്റെ കൂടെയുള്ള പോഡ്കാസ്റ്റിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം പവർഫുള്ളാണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഇതിനെ ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഇതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടും കിട്ടുന്നതായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് നിങ്ങളുടെ ഉപബോധ ശക്തി, ദി പവർ ഓഫ് യു സബ് കോൺഷ്യസ് മൈൻഡ്. ഇതൊന്നും എല്ലാവരും എന്തൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ലാസ്റ്റത്തെ ബുക്ക് നമ്മുടെ ചാനലിൽ ഓൾറെഡി റിവ്യൂ ചെയ്തതാണ്, ഒരുപാട് ആൾക്കാർ വായിച്ചിട്ടുള്ളതാണ്. ഇതും മില്യൺസ് ഓഫ് കോപ്പീസ് വിറ്റൊരു പുസ്തകമാണ്. ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ബൈ ഡെയിൽ കാർണഗി. ഡെയിൽ കാർണഗി എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഇതും നിങ്ങൾക്ക് എല്ലാ ലാംഗ്വേജിലും, മലയാളത്തിൽ, ഇംഗ്ലീഷിലൊക്കെ അവൈലബിൾ ആണ്. എടാ, ഇതിനെപ്പറ്റി ഓൾറെഡി ഞാൻ ഇൻഡെപ്ത് ആയിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞ്. അതായത് നമ്മൾ ഓരോ സിറ്റുവേഷൻസിലും നമ്മൾ ഓരോ ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ആൾക്കാരെ ഹേർട്ട് ചെയ്യാണ്ട് എങ്ങനെ നമുക്ക് കാര്യങ്ങൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാം, ഇങ്ങനെയുള്ള പ്രാക്ടിക്കലായിട്ട് നമ്മളെ റിയൽ ലൈഫിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുള്ളൊരു പുസ്തകമാണ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്നുള്ള ഒരു പുസ്തകം. ഈ പുസ്തകം നിങ്ങളുടെ ലൈഫിനെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ഈ ഒരു 5 പുസ്തകത്തിൽ നിങ്ങളുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന 2 പുസ്തകം എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് അത് നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി എന്നുള്ള ഈ ഒരു പുസ്തകവും ദി മാജിക് ഓഫ് തിങ്കിങ് വിത്ത് ഈ ഒരു പുസ്തകമാണ്. നെക്സ്റ്റ് പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ബുക്കാണ്. ഒന്ന് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, നെക്സ്റ്റ് മേക്ക് എപ്പിക് മണി, അതുപോലെ തന്നെ റോബിൻ ശർമ്മൻ്റെ 5 AM ക്ലബ്ബ്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ആൾക്കാർ ഞാൻ വീഡിയോ നമ്മളെ ബുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചോദിക്കും ഇതൊന്നല്ല അതിനേക്കാൾ ഒരുപാട് നല്ല ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പോൾ വേൾഡ് വൈഡ് എടുക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ സെൽഫ് ഹെൽപ്പ് ഡെവലപ്മെൻറ്റ് ബുക്കുകളുണ്ട്, സെൽഫ് ഹെൽപ്പ് ബുക്കുകളുണ്ട്. അപ്പോൾ അതെല്ലാം ചിലപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ ചില ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചില ബുക്കുകൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഞാൻ വായിച്ചതിൽ ബിഗിനേഴ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു 5 ബുക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് മണി റിലേറ്റഡ് ആണ്, ഒന്ന് നമ്മളെ പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ആണ്, ഒന്ന് നമ്മളെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആണ്, ഒന്ന് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് റിലേറ്റഡ് ആണ്, ഒന്ന് നമ്മളെ തിങ്കിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ 5 ഏരിയാസിനാണ് ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ 5 പുസ്തകത്തിൻ്റെ വാങ്ങാനുള്ള ലിങ്ക്, മലയാളത്തിലുള്ള പുസ്തകത്തിൻ്റെ, ഇംഗ്ലീഷിലുള്ള പുസ്തകത്തിന് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴത്തെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ പോയിട്ട് വാങ്ങുക. അത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം പർച്ചേസ് ചെയ്തിട്ട് വായിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇനിയും ബുക്ക് റെക്കമെൻഡേഷൻസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴത്തൊന്ന് കമൻറ്റ് ചെയ്യുക. ഏത് ടൈപ്പ് ഓഫ് ബുക്കാണ് വേണ്ടിയുള്ള താഴത്തൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.